my dear students. I hope all are keeping safe in your home. Now we enter new academic year. I am Trasyama Varghese, your social science teacher. All are warmly welcome to 10th standard social science first class. I hope you have text with you. Name of first unit: Revolutions that influence the world. Name of first unit: Revolutions that influence the world. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. In the 8th standard you have learned ancient period. 9th standard you studied medieval period, which means period between 5th and 15th century. Now 10th standard we began to learn modern period, means after 15th century. അതായത് 15-ാം നൂറ്റാണ്ടിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് ചർച്ച ചെയ്യുന്നത്. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ 15th century. ദിസ് യൂണിറ്റ് സ്റ്റാർട്ട് ദ പോയം ബൈ കുമാരനാശാൻ. എ ഫ്യൂ ലൈൻസ് ഫ്രം ദ പോയം, ഒരു ഉദ്ബോധനം. ദീസ് ലൈൻസ് ടെൽസ് us the importance of freedom in human life. Listen one more time. These lines tells us the importance of freedom in human life. In several places, common people did not much freedom. To acquire freedom, some of them adopted peaceful manner, then some adopted armed rebellion. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്രീഡം നിഷേധിക്കപ്പെട്ട, ഫ്രീഡം ഡിനിയായ ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ദെൻ സം ഫോളോ പീസ്ഫുൾ മാനർ, ദെൻ സം ഫോളോ ആംഡ് റെബല്യൻ. ചിലർ സമാധാനത്തിൻ്റെ മാർഗവും ചിലർ അക്രമത്തിൻ്റെ മാർഗവും സ്വീകരിച്ചു. ഓൾ ദീസ് റൈറ്റ്സ് ട്രൈ ടു ചേഞ്ച് ദ സിസ്റ്റം ദാറ്റ് ഡിനൈഡ് ഫ്രീഡം ആൻഡ് റൈറ്റ്സ് ആൻഡ് ടു എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ വൺ. നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, റൈറ്റ് എ ബ്രീഫ് നോട്ട്. റെവല്യൂഷൻ എന്നാൽ എന്തെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓൾ ദീസ് സ്ട്രഗിൾസ് ട്രൈ ടു ചേഞ്ച് ദ സിസ്റ്റം ദാറ്റ് ഡിനൈഡ് ഫ്രീഡം ആൻഡ് റൈറ്റ്സ്. അതായത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ, അത് നേടിയെടുത്ത് പുതിയത് സ്ഥാപിക്കുക. ടു എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ വൺ. അതായത് ഫ്രീഡവും സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിച്ചിരുന്ന ജനതയ്ക്ക് ആ വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കുന്നതാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇവയെ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. റെവല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ നോട്ട് തയ്യാറാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് വി ഡിസ്കസ് റെനൈസൻസ്. റെനൈസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം. മേജർ ഫാക്ടേഴ്സ് ദാറ്റ് സ്റ്റിമുലേറ്റ് ഏർലി റെവല്യൂഷൻ വാസ് റെനൈസൻസ്. റെനൈസൻസിനെ കുറിച്ച് 7ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രചോദനമായ പ്രധാന ഘടകം റെനൈസൻസ് ആണ്. റെനൈസൻസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ തോട്ട്, വ്യൂ ആൻഡ് ലൈഫ്. Now let us examine factors that influence Renaissance. റെനൈസൻസിനെ ഏതെല്ലാം ഫാക്ടേഴ്സാണ് റെനൈസൻസുമായി ബന്ധപ്പെട്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ഹ്യൂമാനിസം. ഹ്യൂമാനിസം മീൻസ് മാനവികത. സെക്കൻഡ് പോയിന്റ്, സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്ര അവബോധം. തേർഡ് പോയിന്റ്, റാഷണൽ തിങ്കിങ്, യുക്തിചിന്ത, അന്ധവിശ്വാസങ്ങൾക്കെതിരായ ചിന്ത. ഫോർത്ത് പോയിന്റ്, ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. ഫിഫ്ത്ത് പോയിന്റ്, എൻക്വയറി, അന്വേഷണത്വര. ക്യാൻ യു ഫോളോ മീ? ലിസൺ വൺ മോർ ടൈം. ദ ഫാക്ടേഴ്സ് ഓഫ് റെനൈസൻസ്. ഫസ്റ്റ് വൺ, ഹ്യൂമാനിസം. സെക്കൻഡ് പോയിന്റ്, സയൻറ്റിഫിക് ടെമ്പർ. തേർഡ് പോയിന്റ്, റാഷണൽ തിങ്കിങ്. ഫോർത്ത് പോയിന്റ്, ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ്. ഫിഫ്ത്ത് പോയിന്റ്, എൻക്വയറി. Next we discuss enlightenment. Renaissance gave birth to enlightenment in the 18th century.
യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണിത്. Thinkers of this movement propagated the main ideas are: first one, freedom; second one, democracy; third one, equality; then fourth one, nationalism. Here one more question. What are the different ideas propagated Enlightenment thinkers? What are the different ideas propagated Enlightenment thinkers? First one, freedom; second one, democracy; third one, equality; then fourth one, nationalism. നിലവിലുണ്ടായിരുന്ന ഓട്ടോക്രസിയെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനതയ്ക്ക് ഈ ആശയം കൂടുതൽ പ്രചോദനം നൽകി. മേജർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ഫസ്റ്റ് വൺ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്; സെക്കൻഡ്, ഫ്രഞ്ച് റെവല്യൂഷൻ; നെക്സ്റ്റ്, Latin American Revolution, Russian Revolution and Chinese Revolution. First we have to learn American War of Independence. American സ്വാതന്ത്ര്യ സമരം. This revolution start with the slogan of James Otis: No taxation without representation. No taxation without representation. This slogan thundered along different parts of North America in the 18th century. This slogan framed by James Otis. അതായത് ശക്തമായ ഒരു പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമാണ് അമേരിക്കൻ ജനത ഈ സ്ലോഗൻ ഉയർത്തിയത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എസ്എ ആരംഭിക്കുകയാണ്. From 16th century onwards, Europeans began to migrate North America. Their main aim is to exploit resources. 18th സെഞ്ചുറിയോടുകൂടി നോർത്ത് അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഇംഗ്ലണ്ട് എസ്റ്റാബ്ലിഷ്ഡ് 13 colonies. Listen, take the page number 10. Observe the map and list out 13 colonies British in North America. Everyone observe the map. First one, New Hampshire; second, New York; third one, Massachusetts; fourth, Rhode Island; fifth, Connecticut; sixth, Pennsylvania; seventh, New Jersey; eighth, Delaware; ninth, Virginia; 10th, Maryland; 11th, Georgia Carolina; 12th, South Carolina; 13th, Georgia. Next we discuss mercantilism. British treated Americans as the center of collecting raw materials for industry and market for selling their products. This policy implemented by British merchants with the help of motherland in American colonies. Then this policy is known as mercantilism. ഇവിടെ നമുക്ക് write a note about mercantilism. മദർലൻഡായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ ബ്രിട്ടീഷ് മെർച്ചൻസ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ ഈ പോളിസിക്കാണ് മെർക്കൻറ്റിലിസം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ട്രീറ്റഡ് അമേരിക്കൻസ് ആസ് സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ഫോർ ദ ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ് ഓഫ് സെല്ലിംഗ് ദെയർ പ്രോഡക്റ്റ്. ദിസ് പോളിസി ഇംപ്ലിമെൻറ്റഡ് ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മദർലൻഡ് ഇൻ അമേരിക്കൻ കോളനി. ദിസ് ഈസ് മെർക്കൻറ്റിലിസം. നെക്സ്റ്റ് വി ഡിസ്കസ് മെർക്കൻറ്റിലിസ്റ്റ് ലോ. Mercantilist laws, different important laws. First one, goods to and from the colonies must be carried only the British ships or ships built in British colonies. അതായത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിൽ, കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിൽ മാത്രമേ ഇങ്ങനെയൊരു നിയമം പാസ്സാക്കി. Second one, products of colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. അതായത് കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ, കോട്ടണ് ഇവയെല്ലാം ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്നുള്ള നിയമം. നെക്സ്റ്റ്, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, പാംപ്ലെറ്റ്സ്, ലൈസൻസ് എക്സെട്ര. അതായത് കോളനികളിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, പാംപ്ലെറ്റ്സ് ഇതിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് മസ്റ്റായിട്ടുണ്ടായിരിക്കണമെന്നുള്ള നിയമമാണ്.
Next one, colonies must be provided food and quarters of British troops which were maintained in colony. അതായത് കോളനികളിൽ നിലനിർത്തിയിരിക്കുന്ന ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യേണ്ട കോളനിക്കാർ തന്നെ നൽകണം. ദെൻ ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ്, ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. ദെൻ ദീസ് ആർ മെർക്കന്റലിസ്റ്റ് ലോസ്. മെർക്കന്റലിസ്റ്റ് ലോസിൻ്റെ ചാർട്ട് തയ്യാറാക്കി നോട്ട് എഴുതുക. നെക്സ്റ്റ് വി ഡിസ്കസ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ തുറമുഖത്തുണ്ടായ സമരത്തെക്കുറിച്ചാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന ടാക്സ് ഇമ്പോസ് ചെയ്തു. അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഡിസംബർ 16 റെഡ് ഇന്ത്യൻസ് വേഷം ധരിച്ച ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കുരമിട്ടിരുന്ന ഏതാണ്ട് 342 ബോക്സസ് തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഐഡിയോളജീസ് ലൈക്ക് ജോൺ ലോക്ക്, തോമസ് പെയിൻ സ്റ്റിമുലേറ്റഡ് പീപ്പിൾ ഓഫ് കോളനീസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ടു എക്സ്പ്ലോയിറ്റ് ദ ലോസ് ഓഫ് ബ്രിട്ടീഷ്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. തിങ്കേഴ്സ് ഹു ഇൻസ്പയർഡ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയിൻ. എൻ്റയർ കോണ്ടിനെൻ്റ് അസംബിൾസ്. അവിടെ ഫസ്റ്റിൽ വരുന്നത് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇൻ 1774. The delegates of all colonies except Georgia met Philadelphia in 1774 to protest against policy and rules imposed by England. It is first കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇത് ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് എഴുതാൻ ഓരോന്നും ഇനി വരുന്നതാണ്. നെക്സ്റ്റ്, പീപ്പിൾ ഓഫ് അമേരിക്ക സബ്മിറ്റഡ് പെറ്റീഷൻ ടു കിങ് ഓഫ് ഇംഗ്ലണ്ട്, ബട്ട് കിങ് സെറ്റ് മിലിറ്ററി പവർ ടു സപ്രസ് പീപ്പിൾ. This led to war between England and colony. In 1775, Second Continental Congress held in Philadelphia elected George Washington as Commander-in-Chief of Continental Assembly. American Continental Congress issued a famous Declaration of Independence on 4th July 1776. Declaration of United States of America. റീഡിംഗ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് വായിച്ച് അതിൽ നിന്ന് പ്രിപ്പയർ എ നോട്ട്. വാട്ട് ഓൾ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ഡിക്ലറേഷൻസ്. പോയിന്റ്സ് ഓരോന്നും തയ്യാറാക്കേണ്ടതാണ്. ഞാൻ ആക്ച്വൽ വെർഷൻസ് ഞാൻ തരികയാണ്. ഒന്നാമത്തെ ഫസ്റ്റ് പോയിന്റ്, ഓൾ ആർ ഈക്വൽ. സെക്കൻഡ് പോയിന്റ്, എവരി വൺ ഹാസ് എ സർട്ടൻ റൈറ്റ്സ്. തേർഡ് പോയിന്റ്, people should have right to remove government which act against people. It was prepared by Thomas Jefferson and Benjamin Franklin. Fourth point, Declaration of Independence. അതായത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിക്കുന്നു. ഇൻ 1783 പാരീസ് ട്രീറ്റി പ്രകാരം ഇംഗ്ലീഷ് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച് തുടർന്ന് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി. ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിലവിലുള്ള ഭരണവ്യവസ്ഥിതി മാറി. അതിനാൽ ഇത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്, ഹൗ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻഫ്ലുവൻസ്ഡ് ലേറ്റർ റെവല്യൂഷൻസ് ഓഫ് വേൾഡ്. അതായത് പിൽക്കാലത്തെ യുദ്ധങ്ങൾക്ക് എത്രമാത്രം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻഫ്ലുവൻസ് ചെയ്തു. ഫസ്റ്റ് പോയിന്റ്, motivated later revolutions. Second point, guided human rights activities. Third point, prepared first written constitution. Fourth point, put forward the concept of republican form of government, federal system. ഇതോടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അവസാനിക്കുന്നു. നമ്മൾ
ഇന്ന് പഠിച്ച ഈ ക്ലാസ്സിൻ്റെ ഒരു റിവ്യൂ നമുക്ക് നോക്കാം. പോയിന്റ്സ് ഞാൻ പറയുന്നു. ഫസ്റ്റിൽ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് റവല്യൂഷൻസ്, സെക്കൻഡ് റെനൈസൻസ്, ഫാക്ടേഴ്സ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് റെനൈസൻസ്, എൻലൈറ്റ്മെൻറ്റ്, what are the different ideas of enlightenment. Next, draw the map and list out 13 colonies.